അതിഗംഭീര സിനിമയായിട്ടാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ജോണറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 ജോണർ പറയേണ്ടതായിട്ട് വരും. തുടക്കത്തിലെ കുറച്ച് ഫാമിലി ഡ്രാമയും കോമഡിയും പരിപാടികളൊക്കെ ആയിട്ട് പോകുന്ന സിനിമ ഫസ്റ്റ് ഹാഫിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജോണർ ഷിഫ്റ്റ് ചെയ്ത് ഒരു സസ്പെൻസ് ഫുൾ പ്ലസ് ഒരു ത്രില്ലർ ജോണറിലോട്ട് സിനിമ മാറുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അതെങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു, സിനിമ എങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റബിൾ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഇതിന്റെ റൈറ്റർ KR സുനിലും ഇതിന്റെ ഡയറക്ടർ തരുൺ മൂർത്തിയും വലിയൊരു കൈയടി അർഹിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്ന സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തി തന്റെ 3ാമത്തെ സിനിമയായിട്ടുള്ള തുടരുമ്പിൽ എത്തുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ലാലേട്ടന്റെ സ്റ്റാർഡം യൂസ് ചെയ്യുന്നതിന് പകരം തന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റിലോട്ട് ലാലേട്ടനെ പ്ലേസ് ചെയ്തുകൊണ്ട് ലാലേട്ടന്റെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ലാലേട്ടനെ കൂടാതെ ശോഭന, മണിയംപിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ്, ബിനു പപ്പു തുടങ്ങിയവരൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. ഇത് കൂടാതെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാവാൻ പോകുന്ന CA ജോർജായിട്ട് വേഷമിട്ട പ്രകാശ് വർമ്മയുടെ പെർഫോമൻസും അതിഗംഭീരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കൽ സൈഡിൽ എടുത്തു പറയേണ്ടത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആണ്. എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും സിനിമോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും സൗണ്ട് മിക്സിംഗ് എല്ലാം തന്നെ ടോപ്പ് നോച്ച് ഫീൽ തന്നെയാണ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ അധികം സമയം കളയാതെ തന്നെ ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവി ആയിട്ടാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.